നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കെഎസ്ആർടിസി എംപാനൽ ജീവനക്കാരെ ഇന്ന് തന്നെ പിരിച്ചുവിടണമെന്ന് ഹൈക്കോടതി. ഹൈക്കോടതി ഉത്തരവ് പയ്യന്നൂർ ഡിപ്പോയ്ക്ക് തിരിച്ചടിയാകും. 20ഓളം സർവീസുകൾ തിങ്കളാഴ്ച ഉച്ചയോടെ മുടങ്ങി. ജില്ലയിൽ 6 റോഡുകളുടെ പ്രവൃത്തി ഉദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ നിർവഹിച്ചു. ചെലവഴിക്കുന്നത് 111 കോടിയിലേറെ രൂപ. ദേശീയപാതാ വികസനത്തിന്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ മെല്ലെപ്പോക്ക് നയമാണ് സ്വീകരിക്കുന്നതെന്ന് മന്ത്രി. പയ്യന്നൂരിലെ PWD റെസ്റ്റ് ഹൌസ് പുനർനിർമ്മിക്കും. മന്ത്രി ജി സുധാകരൻ റെസ്റ്റ് ഹൌസ് സന്ദർശിച്ചു. മണൽത്തിട്ട് നിറഞ്ഞ പാലക്കോട് മേഖലയിലെ തുറമുഖങ്ങൾ 20 ദിവസമായി മത്സ്യത്തൊഴിലാളികൾ കടലിലിറങ്ങിയിട്ട്. കാലാവസ്ഥാ വ്യതിയാനത്തിലുണ്ടായ മാറ്റം മൂലം സർക്കാരിന്റെ ഉത്തരവ് പ്രകാരം വള്ളം കരയ്ക്കടുപ്പിച്ച തൊഴിലാളികൾക്ക് മണൽത്തിട്ട കാരണം വള്ളം കടലിലിറക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ്. പാതിരാത്രിയിൽ മണൽ കടത്തുന്നതിനിടെ ലോറി ബൈക്കിലിടിച്ച് വിദ്യാർത്ഥി മരിക്കാനിടയായ കേസിൽ പോലീസ് ലോറി ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്തു. ലോറി ഡ്രൈവർ ചെമ്പ്രകാനത്തെ സൈനുദ്ദീനെയാണ് തൃക്കരിപ്പൂർ SI വിപിൻ ചന്ദ്രനും സംഘവും കസ്റ്റഡിയിലെടുത്തത്. വാർത്തകൾ വിശദമായി. ഇനി എംപാനൽ ഇല്ല. KSRTC എംപാനൽ ജീവനക്കാരെ ഇന്ന് തന്നെ പിരിച്ചുവിടണമെന്ന് ഹൈക്കോടതി. ഇന്നു മുതൽ ഒരു എംപാനൽ ജീവനക്കാരനും ജോലിക്ക് കയറുന്നില്ല എന്ന് കാണിച്ച് സത്യവാങ്മൂലം നൽകാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. PSC അഡ്വൈസ് ചെയ്തവരെ പകരം ഇന്ന് തന്നെ നിയമിക്കണം. ജനങ്ങളെയും കോടതിയെയും വിധികളാക്കുകയാണെന്നും എന്താണ് ചെയ്യേണ്ടതെന്ന് കോടതിക്ക് അറിയാമെന്നും കോടതി നിശിതമായി വിമർശിച്ചു. ജസ്റ്റിസ് ചിദംബരേഷ്, ജസ്റ്റിസ് നാരായണ പിഷാരടി എന്നിവരാണ് ഉത്തരവിട്ടത്. നാളെ KSRTC MD സത്യവാങ്മൂലം നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. കേസ് വീണ്ടും നാളെ പരിഗണിക്കുന്നതിനായി മാറ്റി. എംപാനൽ ജീവനക്കാരെ പിരിച്ചുവിട്ട് പകരം PSC പട്ടികയിലുള്ളവരെ നിയമിക്കണമെന്ന് ഹൈക്കോടതി കഴിഞ്ഞയാഴ്ച ഉത്തരവിട്ടിരുന്നു. എംപാനൽ ജീവനക്കാരെ പിരിച്ചുവിടാൻ ഹൈക്കോടതി അനുവദിച്ച കാലാവധി ഇന്നാണ് പൂർത്തിയാവുക. കേസ് ഇന്ന് വീണ്ടും പരിഗണിച്ചപ്പോൾ ഉത്തരവ് നടപ്പാക്കാത്തതിന് KSRTCയെ ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു. എംപാനൽ ജീവനക്കാരെ പിരിച്ചുവിടാൻ നടപടി തുടങ്ങിയതായി KSRTC വാക്കാൽ കോടതിയെ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി ജീവനക്കാർക്ക് നോട്ടീസ് നൽകിയതായും KSRTC കോടതിയെ ബോധിപ്പിച്ചു. ഇതിനിടെ നിങ്ങൾ യാത്രക്കാരെയും കോടതിയെയും ഒരുപോലെ വട്ടം ചുറ്റുകയാണെന്നും ഇത് അനുവദിക്കാൻ കഴിയില്ല എന്നും കോടതി വ്യക്തമാക്കി. ഇന്ന് ഒരു താൽക്കാലിക ജീവനക്കാരൻ പോലും സർവീസിലില്ല എന്ന് KSRTC ഉറപ്പുവരുത്തണം. നാളെ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് KSRTC MD നേരിട്ട് സത്യവാങ്മൂലമായി നൽകണം. അല്ലെങ്കിൽ എന്ത് നടപടിയെടുക്കണമെന്ന് കോടതിക്ക് അറിയാമെന്നും കോടതി ഓർമ്മിപ്പിച്ചു. KSRTCയുടെ തലപ്പത്തുള്ളവരെ വരെ മാറ്റുവാനുള്ള കഴിവ് കോടതിക്കുണ്ട്. അത് ചെയ്യിക്കരുതെന്ന് കോടതി മുന്നറിയിപ്പ് നൽകി. തങ്ങളുടെ ഭാഗം കേൾക്കണമെന്ന എംപാനൽ ജീവനക്കാരുടെ ഹർജി കേൾക്കാൻ ഹൈക്കോടതി തയ്യാറായില്ല. ഇതോടെ KSRTC കോടതി നൽകിയ കണക്ക് പ്രകാരം 4701 ജീവനക്കാരാണ് തൊഴിൽ രഹിതരാവുക. ന്യൂസ് ഡെസ്ക് നെറ്റ്വർക്ക് ന്യൂസ്. KSRTC എംപാനൽ ജീവനക്കാരെ പിരിച്ചുവിടാനുള്ള ഹൈക്കോടതി ഉത്തരവ് പയ്യന്നൂർ ഡിപ്പോയ്ക്ക് തിരിച്ചടിയാകും. 20ഓളം സർവീസുകൾ തിങ്കളാഴ്ച ഉച്ചയോടെ മുടങ്ങി. വരും ദിവസങ്ങളിൽ പ്രതിസന്ധി രൂക്ഷമാകും. പ്രതിസന്ധിയിലായിരിക്കുന്ന KSRTCക്ക് തിരിച്ചടിയാകുന്ന വിധിയാണ് ഹൈക്കോടതിയുടേത്. നിലവിൽ പല റൂട്ടുകളും കൃത്യമായി സർവീസ് നടത്തുന്നത് എംപാനൽ ജീവനക്കാരെ ഉപയോഗിച്ചാണ്. സ്ഥിരം നിയമനമല്ലാത്തതിനാൽ തന്നെ പെൻഷൻ ഉൾപ്പെടെയുള്ള ഒരുവിധ ആനുകൂല്യങ്ങളും ഇക്കൂട്ടർക്ക് നൽകേണ്ടതില്ല. ഇത് ഡിപ്പാർട്ട്മെന്റിനുണ്ടാക്കുന്ന ലാഭം ചെറുതുമല്ല. അതേസമയം തന്നെ പരീക്ഷ എഴുതി യോഗ്യത തെളിയിച്ച് നിരവധി പേർ പുറത്തിരിക്കെ എംപാനൽമാരെ ഉപയോഗിച്ച് ഡ്യൂട്ടി പൂർത്തീകരിക്കുന്നത് വർഷങ്ങളായി വലിയ ആക്ഷേപങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇത്തരത്തിലുള്ള ലിസ്റ്റിൽ ഉൾപ്പെട്ട മെമ്മോ ലഭിച്ച ഉദ്യോഗാർത്ഥികൾ നടത്തിയ നിയമ പോരാട്ടമാണ് ഇന്നത്തെ ഹൈക്കോടതി വിധിയിൽ എത്തിച്ചത്. മാസങ്ങൾക്ക് മുൻപ് ഇതേ വിഷയത്തിൽ സുപ്രീം കോടതി നടത്തിയ വിധി പ്രസ്താവം 10 വർഷത്തിനുമേൽ സർവീസുള്ള എംപാനൽ ജീവനക്കാരെ നിലനിർത്തണമെന്നായിരുന്നു. പക്ഷേ തിങ്കളാഴ്ച ഹൈക്കോടതി പ്രസ്താവിച്ച വിധി പ്രകാരം ഉച്ചയോടെ തന്നെ എംപാനൽ ജീവനക്കാരെ നീക്കണമെന്നും ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികളെ ഉടൻ ജോലിയിൽ പ്രവേശിപ്പിക്കാൻ നടപടി വേണമെന്നുമായിരുന്നു നിർദ്ദേശം. ഇത് പ്രാവർത്തികമായാൽ പല ഡിപ്പോകളും പ്രതിസന്ധി രൂക്ഷമാകും. പയ്യന്നൂർ ഡിപ്പോയുടെ സ്ഥിതി മറിച്ചാവില്ല. നിലവിൽ കണ്ടക്ടർമാരുടെ വിഭാഗത്തിൽ മാത്രം 60 എംപാനൽ ജീവനക്കാരാണ് പയ്യന്നൂർ ഡിപ്പോയിലുള്ളത്. വിധി വന്ന സാഹചര്യത്തിൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം മുടങ്ങിയത് 20ഓളം സർവീസുകളാണ്.
ഏറ്റവും കൂടുതൽ ഗ്രാമീണ സർവീസുകളുള്ള പയ്യന്നൂർ ഡിപ്പോയിൽ വരും ദിവസങ്ങളിൽ പ്രതിസന്ധി രൂക്ഷമാകുമെന്നതിലും സംശയമില്ല. KSRTC മാത്രം സർവീസ് നടത്തുന്ന മലയോര മേഖലകൾ ഉൾപ്പെടെയുള്ള ചില റൂട്ടുകളുടെ സ്ഥിതിയും എന്താകുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഒരു മിനിമം കൂലി പോലും തരാതെ തുച്ഛമായ കൂലിക്കാണ് ഇത്രയും കാലം നമ്മുടെ നല്ലൊരു കാലം, ജീവിതത്തിൻ്റെ നല്ലൊരു കാലം തന്നെ ഇവിടെ സേവിച്ചിട്ടുള്ളത്. അത് നമ്മളൊരു സുപ്രഭാതത്തിൽ നിങ്ങൾ നാളെ മുതൽ നിങ്ങൾ ഡ്യൂട്ടിക്ക് വരണ്ട, നിങ്ങൾ വേറെ പണി നോക്കുക എന്ന് പറയുന്നത് തികച്ചും ഒരു ഏകാധിപത്യമായ ഒരു രീതിയായി പോയി എന്നാണ് പറയാനുള്ളത്. എന്നുവെച്ചാൽ ഇതിനകത്ത് വന്നിട്ടുള്ളത് PSC അഡ്വൈസ് ചെയ്തവരുടെ ഇതിനകത്ത് കയറ്റാൻ വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേങ്കിൽ ഈ PSC വരുന്നതിനെ കൊണ്ട് നമുക്ക് യാതൊരു എതിർപ്പുമില്ല. PSC പരീക്ഷ എഴുതി കിട്ടിയ അവരെ എന്തായാലും ഇതിനകത്ത് ജോയിൻ ചെയ്യിപ്പിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെയും തീരുമാനം. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ കഴിഞ്ഞ സാധാരണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വന്നിരുന്ന സമയത്തെല്ലാം കൂടുതൽ ബസ്സുകൾ ഇഷ്ടംപോലെ ഗ്രാമീണ മേഖലയിലും അതുപോലെ എല്ലാ സ്ഥലങ്ങളിലും ഇഷ്ടംപോലെ ബസ്സുകൾ ഇറക്കിക്കൊണ്ട് ഒരു യാത്രാക്ലേശം പരിഹരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ളത്. ഈ പിണറായി സർക്കാർ വന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇതുവരെ ഒരു വണ്ടിയും ഗ്രാമീണ മേഖലയിലേക്കോ അല്ലെങ്കിൽ പുതിയ വണ്ടി എന്ന് പറയാൻ ഒന്നും തന്നെ ഇവിടെ ഇറങ്ങിയിട്ട് കാണുന്നില്ല. അത് തൊഴിലാളികളെ വണ്ടി കൂടുതൽ ഇറങ്ങിയിട്ടുവാണെങ്കിൽ ഈ തൊഴിലാളികളെ സംരക്ഷിക്കാൻ കൂടി അത് സാധിക്കുമായിരുന്നു. അവധിക്കാലം സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കുന്ന KSRTCക്ക് ഈ ക്രിസ്തുമസ് അത്ര മികച്ചതായിരിക്കില്ല. നിലവിൽ കണ്ടക്ടർമാർക്ക് 480 രൂപയും ഡ്രൈവർമാർക്ക് 500 രൂപയുമാണ് എംപാനൽ വിഭാഗത്തിൽ നൽകി വരുന്നത്. പുതിയ ജീവനക്കാരെ എടുക്കുന്നതും പരിശീലന കാലയളവും ഉൾപ്പെടെ 3-4 മാസത്തോളം നടപടിക്രമങ്ങൾ നീളുമെന്നതും കാര്യമാണ്. ഈ സാഹചര്യത്തിൽ പല റൂട്ടുകളിലും സർവീസ് ഉണ്ടാകുകയുമില്ല. സർവീസുകൾ വെട്ടിച്ചുരുക്കാൻ ശ്രമിക്കുന്ന KSRTCക്ക് ഹൈക്കോടതി വിധി ഗുണകരമാകുമെന്നും ചില കോണുകളിൽ സംസാരമുണ്ട്. ബസ് റൂട്ടുകളുടെ എണ്ണം കൂട്ടി യാത്രാക്ലേശം പരിഹരിച്ചാൽ തന്നെ KSRTCയുടെ നിലവിലെ പ്രതിസന്ധിക്ക് പരിഹാരം കാണാനാകുമെന്നും അത്തരത്തിൽ ഒഴിവാക്കപ്പെടുന്ന എംപാനൽ ജീവനക്കാർക്ക് വലിയ ആശ്വാസമാകുമെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഗ്രാമീണ സർവീസുകൾ കൂടുതലായുള്ള പയ്യന്നൂർ ഡിപ്പോയെ സംബന്ധിച്ച് എന്തുകൊണ്ടും തിരിച്ചടിയാകുന്ന വിധിയാണ് ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. തിങ്കളാഴ്ച ഉച്ചയോടെ തന്നെ 20ഓളം സർവീസുകൾ മുടങ്ങുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. അവധിക്കാലം വരാനിരിക്കെ പയ്യന്നൂർ ഡിപ്പോയുടെ സ്ഥിതി എന്താകുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഡിപ്പോയിൽ നിന്നും ക്യാമറമാൻ സുമേഷിനൊപ്പം നെറ്റ്വർക്ക് ന്യൂസ് ടീം. വികസനമാണ് മുഖ്യ അജണ്ട. നാഷണൽ ഹൈവേ കീഴാറ്റൂരിൽ കൂടി തന്നെ കടന്നുപോകുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി G. സുധാകരൻ തോട്ടുകര പാലത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആദ്യം തീരുമാനിച്ച അലൈൻമെന്റിൽ മാറ്റമില്ല. അത് കീഴാറ്റൂരിൽ തന്നെ പോകും. അതാണ് ഏറ്റവും ലാഭകരവും ഏറ്റവും കുറച്ച് നാശനഷ്ടവും ഉണ്ടാക്കുന്ന റൂട്ടും. അക്കാര്യത്തിൽ ജനങ്ങൾക്ക് സന്ദേഹമൊന്നും വേണ്ട. 2000 കോടി രൂപയുടെ വികസനമാണ് PWD ഓഫർ മാത്രം കാസർഗോഡ് ജില്ലയ്ക്ക് അനുവദിച്ചിട്ടുള്ളത്. അതിൽ 740 കോടി രൂപയും തൃക്കരിപ്പൂർ അസംബ്ലി മണ്ഡലത്തിലുമാണ്. ഇടതുപക്ഷം മുൻപ് ഭരിച്ചപ്പോഴും വികസനമുണ്ടായിരുന്നെങ്കിലും വികസനം മുഖ്യ അജണ്ടയായി എടുത്തത് ഇപ്പോഴാണെന്നും ഇനിവരുന്ന സർക്കാരിനും ഇതിൽ നിന്നും മാറി നിൽക്കാനാവില്ലെന്നും മലയോര ഹൈവേ, തീരദേശ ഹൈവേ, കണ്ണൂർ വിമാനത്താവളം എന്നിവയെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് മന്ത്രി പറഞ്ഞു. ഒരുപക്ഷെ 10, 20, 25 വർഷത്തെ ഈ മണ്ഡലത്തിൽ അതിനു മുമ്പുള്ള 2.5 വർഷം മുമ്പുള്ള ഇൻവെസ്റ്റ്മെന്റ് മൊത്തം എടുത്താൽ ഇതിനടുത്തെങ്ങാനും ചില വരുമായിരിക്കും. ഇതിനേക്കാൾ എക്സീഡ് ചെയ്യാൻ സാധ്യത കുറവാണ്. കാരണം അന്നൊന്നും ഗവൺമെന്റിന്റെ മുഖ്യ അജണ്ട വികസനമല്ല. ഇടതുപക്ഷം മുമ്പ് ഭരിച്ചപ്പോഴും വികസനം നടത്തിയെങ്കിലും വികസനം ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയായി, അത് ഏറ്റവും മുന്നണി അജണ്ടയായി എടുത്തിരിക്കുന്നത് ഇപ്പോൾ മാത്രമാണ്. എല്ലാ ഗവൺമെന്റും വികസനം നടത്തിയിട്ടുണ്ട്. ആ വികസനം മാത്രമല്ല, വികസനമാണ് അജണ്ട. അതാണ് ഇത്രയധികം പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അത് ഇനിയും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇനിയുള്ള 2.5 വർഷം ഇനി വരുന്ന ഗവൺമെന്റുകൾക്കും വികസനത്തിന്റെ ഈ പാതയിൽ നിന്ന് മാറാൻ കഴിയില്ല. വിമാനത്താവളം നിർമ്മിച്ചു, PW അല്ല. MLA M. രാജഗോപാലൻ അധ്യക്ഷനായി. സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ മിനി PK റിപ്പോർട്ട് അവതരിപ്പിച്ചു. AGC ബഷീർ, K. കുഞ്ഞിരാമൻ, VP ജാനകി, PC ഫൗസിയ, TV ശ്രീധരൻ, PC സുബൈദ, PV മുഹമ്മദ്, MN ജീവരാജ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ദേശീയപാത വികസനത്തിന്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ മെല്ലെപ്പോക്ക് നയമാണ് സ്വീകരിക്കുന്നതെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി G. സുധാകരൻ ആലപ്പടമ്പ് പേരൂർ മാതമംഗലം റോഡ് അഭിവൃദ്ധിപ്പെടുത്തൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി.
പയ്യന്നൂർ നിയോജകമണ്ഡലത്തിലെ ആലപ്പടമ്പ പേരൂർ മാതമംഗലം റോഡ് 2017-18 ബജറ്റ് ഫണ്ടിൽ ഉൾപ്പെടുത്തിയാണ് നവീകരിക്കുന്നത്. പ്രവൃത്തി ഉദ്ഘാടനം മന്ത്രി ജി സുധാകരൻ നിർവഹിച്ചു. ദേശീയപാത വികസന കാര്യത്തിൽ മെല്ലെപ്പോക്ക് നയമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരുന്നത്. 2014 ആരംഭിച്ച പദ്ധതി നാളിതുവരെയായും കാര്യമായ പുരോഗതിയില്ലാതെ നീങ്ങുകയാണ്. എന്നാൽ കേരളത്തിന്റെ സ്ഥിതി മറിച്ചാണെന്നും പദ്ധതിക്ക് ആവശ്യമായ നടപടികൾ കേരളത്തിൽ അവസാന ഘട്ടത്തിലാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി അഭിപ്രായപ്പെട്ടു. കേന്ദ്രമന്ത്രിമാർ തമ്മിലടിക്കുക. കേരളത്തിൽ ഒരു വിശുദ്ധ സ്ഥലം തീർത്ഥാടനത്തിൽ പോകുന്നവർ വരികയാണ് കുറച്ച് ആളുകൾ. എന്ത് കാര്യമായിരുന്നു? കാര്യം എന്താണെന്ന് പറഞ്ഞത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. നിയമസഭയിൽ പറഞ്ഞു, എല്ലായിടത്തും പറഞ്ഞു. അപ്പൊ നിയമസഭയിൽ അടിയന്തര പ്രമേയമാണ് വന്നത്. അടിയന്തര പ്രമേയം ഇന്നിപ്പോ രാവിലെ 8:30 മണിക്ക് അസംബ്ലി തുടങ്ങി. അടിയന്തര പ്രമേയം 7 മണിക്ക് അവർ കൊടുക്കത്തുള്ളൂ. അതിൽ നമുക്ക് അറിയാൻ പോലും പറ്റില്ല എന്തൊരു സാധനം. ഉടനെ ബന്ധപ്പെട്ട മന്ത്രി മുഖ്യമന്ത്രിയെ തപ്പിപ്പിടിച്ച് മറുപടി പറയണ്ടേ? അത് സർവ്വസാധാരണ ആയതുകൊണ്ട് പ്രശ്നമില്ല. അപ്പൊ എന്നോടാണ് മുഖ്യമന്ത്രിയോടല്ലേ ചോദിച്ചത്. അപ്പൊ ഞാനല്ലേ മലയാള മന്ത്രി, എന്നോടാണ് ചോദിച്ചത്. അപ്പൊ ഞാൻ CM കൊടുക്കാൻ വേറെ സുഖം കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാനത് മറുപടി പറഞ്ഞു. മറുപടി പറഞ്ഞപ്പോൾ ഞാനൊരു വാക്ക് പറഞ്ഞു. ഈ കീഴാറ്റൂർ നെൽവയലുകൾക്ക് മീതെ ഒരു കൂട്ടം കഴുകന്മാർ വട്ടമിട്ട് പറക്കുന്നു. മീതെ കണികമാണ്. സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പ്രശ്നവും നിലവിൽ സംസ്ഥാനത്തില്ല. ആദ്യം പ്രശ്നം ഉടലെടുത്ത മലപ്പുറത്ത് പോലും മറ്റു ചില താൽപ്പര്യങ്ങൾ മുൻനിർത്തി സ്ഥലമേറ്റെടുപ്പിനെ ആക്രമിക്കുകയായിരുന്നുവെന്നും മന്ത്രി ആരോപിച്ചു. കീഴാറ്റൂർ സമരത്തിൽ സർക്കാരിനെ വിമർശിച്ചവർക്ക് കാര്യം ബോധ്യമായി. വയലിനു മുകളിൽ പറക്കുന്ന കഴുകന്മാർ എന്ന തന്റെ പ്രസ്താവന വളരെയേറെ കോലാഹലങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അത് കർഷകരെ ഉദ്ദേശിച്ചല്ല താൻ പറഞ്ഞതെന്ന് അന്നു തന്നെ വ്യക്തമാക്കിയിരുന്നു. തന്റെ വാക്കുകൾ തെറ്റല്ല എന്ന് സൂചിപ്പിക്കുന്നതായിരുന്നു സമീപകാല സംഭവങ്ങളെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സി കൃഷ്ണൻ MLA അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റ് കെ സത്യഭാമ, വൈസ് പ്രസിഡന്റ് കെ രമേശൻ, ചീഫ് എഞ്ചിനീയർ ജി ജീവരാജ്, ജീവനക്കാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. തളിപ്പറമ്പിൽ നിന്ന് പട്ടുവം വഴി ചെറുകുന്ന് വരെയുള്ള 9 കിലോമീറ്റർ റോഡ് പ്രവൃത്തി ആരംഭിച്ചു. മന്ത്രി ജി സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. നിലവിൽ 7 മീറ്റർ വീതിയിലുള്ള റോഡ് 10 മീറ്ററായി വികസിപ്പിക്കാനാണ് പദ്ധതി. വീതി കുറഞ്ഞ ഭാഗങ്ങളിൽ ഭൂ ഉടമകൾ സൗജന്യമായി ആവശ്യമായ സ്ഥലം വിട്ടു നൽകും. 2 വർഷത്തിനകം പ്രവൃത്തി പൂർത്തീകരിക്കാനാണ് പദ്ധതി. കേരളത്തോട് എന്നും പക്ഷപാതപരമായ സമീപനമാണ് മാറി മാറി വരുന്ന കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ പറഞ്ഞു. തീരദേശ ഹൈവേയുടെ കാര്യത്തിൽ ആശങ്ക വേണ്ട. അർഹമായ നഷ്ടപരിഹാരം നൽകി മാത്രമേ സ്ഥലമെടുക്കൂ എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മാടായി മുട്ടം റോഡ് പ്രവൃത്തിയുടെ ഉദ്ഘാടനം വെങ്ങരയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ കണ്ണൂർ ജില്ലയിലെ നിയമസഭ സാമാജിക വികസന പ്രവർത്തനങ്ങളിലേറെ മുൻപ് നിൽക്കുന്നവരാണ് രാജേഷും ജെയിംസ് മാത്യുവും. അതുപോലെ തന്നെ പയ്യന്നൂർ MLA അടക്കമുള്ള എല്ലാ MLA-മാരും ഉണ്ടെങ്കിൽ ഇവരെ പ്രത്യേകം എടുത്ത് പറയുന്നത്. രാജേഷ് തന്നെ ഏൽപ്പിച്ച രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ കൃത്യമായി നടത്തിക്കൊണ്ടാണ് നിയമസഭാ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. പക്ഷേ മറ്റ് ജോലിഭാരങ്ങളുടെ പേരിൽ ജനങ്ങൾക്ക് ലഭിക്കേണ്ടതായ വികസന പ്രവർത്തനങ്ങളുടെ ആ ഭാഗത്തൊരു കുറവും വരുന്നത്. ആ കാര്യമൊക്കെ നന്നായി നോക്കി അദ്ദേഹം പ്രവർത്തിച്ചു വരിക. നിയമസഭയ്ക്കകത്ത് ശക്തമായ നിലപാടുകളും സാന്നിധ്യവും അദ്ദേഹം ഉറപ്പാക്കിയിട്ടുണ്ട്. ദേശീയപാത UPA സർക്കാർ കേരള സർക്കാരിനോട് പക്ഷപാതപരമായ സമീപനമാണ് സ്വീകരിച്ചു വരുന്നത്. UPA ഗവൺമെന്റിന്റെ പ്രേതം NDA ഗവൺമെന്റിനെ ബാധിച്ചിരിക്കുകയാണെന്നും മന്ത്രി ജി സുധാകരൻ പറഞ്ഞു. മാടായി TB മുട്ടം പാലക്കോട് റോഡ് പ്രവൃത്തി അഭിവൃദ്ധിപ്പെടുത്തൽ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. TV രാജേഷ് MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. VV പ്രീത, ശിവരാജ് MN, R അജിത, SKP സക്രിയ, സുധീർ വെങ്ങര തുടങ്ങിയവർ സംസാരിച്ചു. കുന്നത്തെരു കാരന്താട് ഏഴിലോട് റോഡിന്റെ മെക്കാഡൻ ടാറിംഗ് പ്രവൃത്തി തുടങ്ങി. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ ഉദ്ഘാടനം നിർവഹിച്ചു. 2016-17 കിഫ്ബി ഫണ്ടിൽ ഉൾപ്പെടുത്തിയാണ് പ്രവൃത്തി.
സമൂഹത്തിൽ ക്രിമിനൽ സ്വഭാവങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഇന്ത്യ അതിന്റെ കേന്ദ്രമായി മാറുകയാണെന്നും പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ അഭിപ്രായപ്പെട്ടു. ഇത്തരം സാമൂഹികാവസ്ഥ നമ്മുടെ വികസനത്തിന് തന്നെ തിരിച്ചടിയാണ്. ഈ പ്രതിസന്ധിയെ മറികടക്കാനാണ് നവോത്ഥാന ചിന്തകൾ ഉയർത്തിപ്പിടിക്കുന്ന വിവിധ പരിപാടികളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോകുന്നത്. ഇതിന് കരുത്തായി സാഹിത്യകാരന്മാരും താരങ്ങളുമൊക്കെ രംഗത്തിറങ്ങണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അതിനേക്കാൾ നല്ലൊരു വഴിയുണ്ടെങ്കിൽ അത് നമുക്ക് പറഞ്ഞു. അതിനേക്കാൾ നല്ല വഴി കീഴാറ്റൂരിലില്ല. വേറെ ഏത് വഴി എടുത്താലും പത്തനംതിട്ട വീട് പോകും, കട പോകും, നാശനഷ്ടങ്ങളാലും സാമ്പത്തിക നഷ്ടം. അത്ര നഷ്ടങ്ങളൊന്നും ഇല്ലാത്ത, നെൽകൃഷി പോലും ശക്തമായി നടക്കാത്ത വയലിൻ്റെ ഒരു ചെറിയ ഭാഗത്ത് 700 മീറ്റർ പോകുന്നു. വീടും കടകളൊന്നും കഴിഞ്ഞു. ആ അലൈൻമെന്റ് ഗവൺമെന്റ്, കേരള ഗവൺമെന്റ് അംഗീകരിച്ച് അതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് അലൈൻമെന്റ് പരാതിയൊക്കെ പോയി. അവസാനം കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി തന്നെ സമരമാണ്. കേന്ദ്ര മന്ത്രിമാർ വന്ന് സമരത്തെ പ്രോത്സാഹിപ്പിക്കും. ഒരു കേന്ദ്രമന്ത്രി ആ നിഷ്കളങ്കരായ ഗ്രാമീണരിലൂടെ ഡൽഹി കൊണ്ടുപോയി ഇപ്പം തന്നെ ശരിയാക്കിയത് പ്രഖ്യാപിച്ചു. ഇപ്പൊ 3 ആഴ്ചക്ക് മുമ്പ് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി കാര്യാലയം എനിക്ക് തന്ന കത്തിൽ പറയുന്നത് കീഴാറ്റൂരിൽ യാതൊരു മാറ്റത്തിനും സാധ്യതയില്ല, അവിടെ തന്നെയാണ് പഠിക്കും. ഇത് മാറ്റണമെന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രിയായിട്ടുള്ള അൽഫോൺസ് കണ്ണന്താണ് ഒരു കൂട്ടം ആളുകളെ കൊണ്ടുള്ളത്. ഒരു നിവേദനം ഇവിടെ തന്നിട്ടുണ്ട്. അത് ഞങ്ങൾ പരിശോധിച്ചു. നിവേദനം സാധുവല്ല, അപ്രായോഗികമാണെന്ന് ഞങ്ങൾ തള്ളുകയാണെന്ന് ആ കത്തിൽ എഴുതിയിരിക്കുകയാണ്. കേന്ദ്രമന്ത്രിക്കെതിരെ എഴുതിയിരിക്കുകയാണ്. അത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അദ്ദേഹം ചെയ്തതെന്ന് ആ പ്രശ്നം. സി കൃഷ്ണൻ MLA അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ടി വി രാജേഷ് MLA മുഖ്യാതിഥിയായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MTP നൂറുദ്ദീൻ, വൈസ് പ്രസിഡന്റ് ഈശ്വരി ബാലകൃഷ്ണൻ, നിരത്തുകൾ വിഭാഗം സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ EG വിശ്വപ്രകാശ്, പ്രൊജക്ട് ഡയറക്ടർ VV ബിനു, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, സ്ഥിരം സമിതി അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. രാമന്തളി കുന്നത്തെരുവിൽ നിന്ന് തുടങ്ങുന്ന റോഡ് കാരന്താട്, പുതിയ പുഴക്കര, ഏഴിമല റെയിൽവേ സ്റ്റേഷൻ, കുഞ്ഞുമംഗലം വഴി ഏഴിലോട് ജംഗ്ഷനിൽ എത്തിച്ചേരും. 9/220 കിലോമീറ്റർ ദൂരത്തിലാണ് പ്രവൃത്തി നടക്കുക. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ബിടെക്കും എംടെക്കും ഉന്നത നിലവാരത്തിൽ പാസ്സായവർ റോഡ് നിർമ്മാണ കമ്പനികൾ തുടങ്ങുന്നത് വർത്തമാനകാലത്ത് റോഡിന്റെ നിലവാരവും ഇനി മെച്ചപ്പെടുമെന്ന് പ്രതീക്ഷിക്കാമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ. കാങ്കോൽ ചീമേനി റോഡ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബിടെക്കും എംടെക്കും പാസ്സായി വരുന്നവർ കോൺട്രാക്ടർമാരായി വരുമ്പോൾ നിർമ്മാണ സംസ്കാരം തന്നെ മാറി. സർക്കാരിന് സാമ്പത്തികമായി ലാഭമുണ്ടാക്കിക്കൊണ്ട് തന്നെ മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട് എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കണ്ണൂർ ജില്ലയിലെ പ്രധാന റോഡായ കാങ്കോൽ ചീമേനി റോഡ് കിഫ്ബി ഫണ്ടിൽ ഉൾപ്പെടുത്തിയാണ് ഉപരിതല മെക്കാഡം ടാറിംഗ് ചെയ്യുന്നത്. പയ്യന്നൂർ നിയോജക മണ്ഡലത്തെയും തൃക്കരിപ്പൂർ മണ്ഡലത്തെയും ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡാണിത്. വർഷങ്ങളായി അറ്റകുറ്റപ്പണികൾ മാത്രം നടന്നിരുന്ന ഈ റോഡിനെ ആധുനിക രീതിയിലുള്ള റോഡ് സുരക്ഷാ സംവിധാനങ്ങളിലൂടെ മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ് ലക്ഷ്യം. കോൺട്രാക്ടർമാരായി വരികയും കോൺട്രാക്ടറുടെ ഒരു നിർമ്മാണ സംസ്കാരം തന്നെ മാറ്റിപ്പടുക്കുകയും ചെയ്തുകൊണ്ട് ഏറ്റവും മികച്ച തലത്തിൽ കൃത്യസമയത്ത് കൊടുത്ത പൈസ പൂർണ്ണമായി ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഇത്രയും പൈസ വേണ്ട, ഇതിനേക്കാൾ കുറച്ച് പൈസ മതി എന്ന് പറഞ്ഞ് ബാക്കി പൈസ ഗവൺമെൻറ് തിരികെ തന്നുകൊണ്ട് പോലും നിർമ്മാണം നടത്തുന്ന ചെല്ലെങ്കിലുമുണ്ട്. അപ്പോൾ അത്തരക്കാരെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. കാരണം വലിയൊരു തൊഴിൽ മേഖലയാണ്. കേരളത്തിൽ എവിടെ നോക്കിയാലും നിർമ്മാണം കാണാം. ധാരാളം തൊഴിലാളികൾക്ക് ജോലി സാധ്യതയുണ്ട്. നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന പ്രവണതയാണ് നിർമ്മാണം. 50,000 കോടി രൂപയാണ് അടിസ്ഥാന വികസന നിർമ്മാണ ഫണ്ട് ഉപയോഗിച്ച് പിണറായി ഗവൺമെന്റ് കാലത്ത് PWD വഴിയും. പ്രവൃത്തി ഉദ്ഘാടന പരിപാടിയിൽ സി കൃഷ്ണൻ MLA അധ്യക്ഷനായി. ചടങ്ങിൽ പി കരുണാകരൻ MP, MLA M രാജഗോപാലൻ തുടങ്ങിയവർ സംബന്ധിച്ചു. സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ EG വിശ്വപ്രകാശ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി ഉഷ, M രാഘവൻ, കെ ശകുന്തള, KM ബാലകേശവൻ, KV രാധാമണി തുടങ്ങിയവരും MV സുനിൽകുമാർ, E അനീഷ്, K ജിഷാകുമാരി, VV ബാലൻ തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. പയ്യന്നൂരിലെ PWD റെസ്റ്റ് ഹൌസ് പുനർനിർമ്മിക്കും. മന്ത്രി ജി സുധാകരൻ PWD റെസ്റ്റ് ഹൌസ് സന്ദർശിച്ചു. പഴയ കെട്ടിടത്തിന്റെ പുറകിലാണ് കെട്ടിടം ഒരുങ്ങുക. പയ്യന്നൂരിലെ 103 വർഷത്തോളം പഴക്കമുള്ള PWD റെസ്റ്റ് ഹൌസ് പുനർനിർമ്മിക്കാൻ സർക്കാർ ധാരണയായി. നിലവിൽ ഉപയോഗയോഗ്യമാണെങ്കിലും
കാലപ്പഴക്കത്താൽ കെട്ടിടത്തിന്റെ നില ശോചനീയമാണ്. ദേശീയപാത വികസനം പുരോഗമിക്കുമ്പോൾ പയ്യന്നൂരിലെ PWD റെസ്റ്റ് ഹൗസിന് കൂടുതൽ പരിഗണന ലഭ്യമാകുമെന്നും അത് കണക്കിലെടുത്തുമാണ് കെട്ടിടം പുതുക്കിപ്പണിയാൻ തീരുമാനിച്ചതെന്നും മന്ത്രി G. സുധാകരൻ പറഞ്ഞു. ഈ വർഷത്തെ ബഡ്ജറ്റിലാണ് പെടുന്നത്. 2018-19 ബഡ്ജറ്റിൽ ഞങ്ങൾക്കൊരു 35 കോടി രൂപയാണ് തന്നത് പ്ലാൻ ഫണ്ട്. അതിൽ നിന്നാണ് 2 കോടി പയ്യന്നൂർ റെസ്റ്റ് ഹൗസിന് കൊടുത്തത്. ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് വന്ന് കാസർഗോട്ടേക്ക് പോകുന്ന സ്ഥലത്തുള്ള പ്രധാനപ്പെട്ട റെസ്റ്റ് ഹൗസ്, പക്ഷേ ആ പ്രാധാന്യമൊന്നും ഇപ്പോൾ ഇതിന് കൊടുത്തിട്ടില്ല. റെസ്റ്റ് ഹൗസ് വളരെ പഴക്കമുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പുതിയ ഡെവലപ്മെൻറ്റ്സൊക്കെ വരികയല്ലേ, ദേശീയപാത 4 വരിയാകുന്നു തുടങ്ങിയ ഡെവലപ്മെൻറ്റ്സൊക്കെ വരുമ്പോൾ ഈ റെസ്റ്റ് ഹൗസിന് പ്രാധാന്യം കൊടുക്കും. അതെ, ദേശീയപാത പിന്നാലെ വരും. അപ്പോൾ ആ ഒരു പ്രാധാന്യം അടക്കം വരുമ്പോൾ ഒരു പ്രധാനപ്പെട്ട റെസ്റ്റ് ഹൗസായിട്ട് മാറും. അത് ഉദ്ദേശിച്ചാണ് പുതിയ സൗകര്യങ്ങളൊക്കെ ഏർപ്പാടാക്കിയിട്ടുള്ള അതിഥി മന്ദിരം. പിന്നെ വാടകയ്ക്കും കൊടുക്കാമല്ലോ. സാധാരണ മനുഷ്യന് ചെറിയ താരതമ്യേന ഹോട്ടലുകളേക്കാൾ കുറഞ്ഞ വാടക സുരക്ഷിതമായി താമസിക്കാമല്ലോ. അതാണ് റെസ്റ്റ് ഹൗസുകളുടെ പ്രത്യേകത. റെസ്റ്റ് ഹൗസുകളുടെ പഴയ സ്ഥിതിയൊക്കെ മാറ്റിയല്ലോ. റെസ്റ്റ് ഹൗസുകളുടെ നിയമങ്ങളെല്ലാം ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിലെ പോലെയാക്കി. ആദ്യമായിട്ടാണ് അങ്ങനെ ചെയ്തത്. യൂണിഫോമൊക്കെ കൊടുത്തു എല്ലാവർക്കും. ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിലെ യൂണിഫോം. പിന്നെ കഴിയാവുന്നിടത്തെല്ലാം ക്യാൻറ്റീനുകൾ സ്ഥാപിച്ചിട്ട് അത് ടെൻഡർ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. റെസ്റ്റ് ഹൗസ് മുറികൾക്ക് വാടകയൊക്കെ നിസ്സാരമായിരുന്നു. വാടകയൊക്കെ കുറച്ച് നിയമാനുസരണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ റെസ്റ്റ് ഹൗസുകൾ അതിൻ്റെ മോഡേണൈസേഷനും ധാരാളം നടക്കുന്നുണ്ട്. മൊത്തത്തിൽ റെസ്റ്റ് ഹൗസുകൾ മെച്ചപ്പെട്ട് വരികയാണ്. അതുകൂട്ടത്തിൽ പയ്യന്നൂരിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്താണ് ഇവിടെ ഇപ്പോൾ അഡീഷണൽ ബ്ലോക്ക് നിർമ്മിക്കാൻ പണം കൊടുത്തിട്ടുള്ളത്. മറ്റ് സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് പൊതുജനങ്ങൾക്കുൾപ്പെടെ തുച്ഛമായ ചെലവിൽ റെസ്റ്റ് ഹൗസുകളിൽ താമസിക്കാമെന്നതാണ് PWD റെസ്റ്റ് ഹൗസിന്റെ ഏറ്റവും വലിയ സവിശേഷതയെന്നും ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസ് നടത്തിപ്പ് രീതികൾക്ക് സമാനമായി റെസ്റ്റ് ഹൗസിന്റെ രീതി മാറ്റുമെന്നും മന്ത്രി പ്രതികരിച്ചു. 2 കോടി രൂപ ചെലവിൽ 2 നിലകളിലായി നിർമ്മിക്കുന്ന കെട്ടിടത്തിൽ 5 മുറികളും ഡൈനിങ് ഹാളും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും. ചെറിയ വാടകയ്ക്ക് സാധാരണക്കാർക്ക് പോലും താമസിക്കാൻ ഉതകുന്ന രീതിയിൽ നിലവിലെ കെട്ടിടത്തിന്റെ പിൻഭാഗത്താണ് പുതിയ കെട്ടിടം ഒരുങ്ങുക. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. മണൽത്തിട്ട് നിറഞ്ഞ പാലക്കോട് മേഖലയിലെ തുറമുഖങ്ങൾ 20 ദിവസമായി മത്സ്യത്തൊഴിലാളികൾ കടലിലിറങ്ങിയിട്ട്. കാലാവസ്ഥാ വ്യതിയാനത്തിലുണ്ടായ മാറ്റം മൂലം സർക്കാരിന്റെ ഉത്തരവ് പ്രകാരം വള്ളം കരയ്ക്കടുപ്പിച്ച തൊഴിലാളികൾക്ക് മണൽത്തിട്ട കാരണം വള്ളം കടലിലിറക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ്. പുലിമുട്ട് നിർമ്മിക്കാനും മണൽത്തിട്ട നീക്കം ചെയ്യുവാനുമുള്ള ഇവരുടെ ആവശ്യത്തിന് കാലങ്ങളുടെ പഴക്കമുണ്ട്. എത്രയും വേഗം അധികൃതർ ഇതിന് പരിഹാരം കാണണമെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. ആണുങ്ങളെ ഓരോരുത്തരായി കടൽ ചുഴിയിൽ കൊണ്ടുപോകുന്നതിന്റെ ആധിയിലാണ് പാലക്കോട് ചൂട്ടാട് നിവാസികൾ. കടൽ ശാന്തമാണെങ്കിലും അപകടം ആവർത്തിക്കുന്നു. തുറമുഖങ്ങളെയും തുറമുഖ കവാടങ്ങളെയും തിരമാലകളിൽ നിന്ന് സംരക്ഷിക്കുന്ന പ്രതിരോധ ചിറയാണ് പുലിമുട്ട്. ശക്തമായ തിരമാലകളിൽ നിന്ന് തീരത്തിന് സംരക്ഷണം നൽകുന്നതും ഈ പുലിമുട്ടുകളാണ്. പാലക്കോട് അഴിമുഖത്ത് വെള്ളത്തിന്റെ പ്രവാഹശക്തി കുറയുന്നതിനാൽ മണലും എക്കലും അടിഞ്ഞ് അഴിമുഖത്തിന് ആഴമില്ലാത്ത അവസ്ഥയിലാണ്. ഇത് ബോട്ടുകളും മറ്റും അടുപ്പിക്കുന്നതിനും സഞ്ചരിക്കുന്നതിനും തടസ്സമായിട്ട് മാസങ്ങളായി. കാലാവസ്ഥാ വ്യതിയാനത്തിലുണ്ടായ മാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ വള്ളങ്ങൾ കരക്കടുപ്പിക്കുവാനുള്ള നിർദ്ദേശം സർക്കാരിൽ നിന്നുമുണ്ടായിരുന്നു. മണൽ നിറഞ്ഞതോടെ മത്സ്യത്തൊഴിലാളികൾക്ക് ബോട്ടുകൾ തിരിച്ച് കടലിലേക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥിതിയിലാണിവർ. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചാൽ ഇപ്പോൾ കാസർഗോഡ്, നീലേശ്വരം, കാഞ്ഞങ്ങാട് എല്ലാവരും മത്സ്യമുണ്ട്. അപ്പോൾ ഇവിടുന്ന് പോകാൻ പറ്റുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇവിടെ കംപ്ലീറ്റ് മൂടിയിട്ടുള്ളൂ. ഇതിനിടെ പിന്നെ കാലാവസ്ഥൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. പിന്നെ മത്സ്യത്തൊഴിലാളികളെല്ലാം കംപ്ലീറ്റ് ഉള്ളിൽ കയറ്റിയിട്ട് വെക്കണമെന്നുള്ളൂ. ഇപ്പോൾ ഉള്ളിൽ കയറ്റിയിട്ട് ലൈലൻഡും കാര്യങ്ങളും വെച്ചതിന് ശേഷം ഒരൊറ്റ ഒന്നിന് പുറത്തേക്ക് പോകാൻ കഴിയില്ല. അങ്ങനെ ഇപ്പോൾ കുടുങ്ങി കിടക്കുകയാണ്. അതിന് ഇത് കാര്യമായിട്ട് ഗവൺമെൻറ് എന്തിനു കണ്ട് ഇതാക്കണമെന്നുള്ളതാണ് നമ്മളെ നിലപാട് മത്സ്യത്തൊഴിലാളികളെ. അതുകൂടാണ്ട് കെമിക്കലിൻ്റെ അതുകൂടാതെ നമ്മളെ ഉള്ളിൽ പോലും മണ്ണെന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ പോലും കയറാൻ പറ്റില്ല. ആഴമെന്നെങ്കിൽ തീരെ ഇല്ല. തീരെയില്ല വെച്ചാൽ 1 അടി 2 അടി വെള്ളമേ ഉള്ളൂ. അത് വേലിയേറ്റത്തിനേറ്റ ചെറിയ 2-3 ആൾ കയറുന്ന തോണിക്ക് പോകാൻ പറ്റുന്നുള്ളൂ. അത്രയും മത്സ്യത്തൊഴിലാളി ബുദ്ധിമുട്ടിട്ട് കിടക്കുകയാണ് ഇവിടെ. കടലിലേക്ക് ഇറക്കിയാൽ തന്നെ മണൽത്തിട്ടകൾ രൂപപ്പെട്ടതോടെ ആഴം തിരിച്ചറിയാൻ കഴിയുന്നില്ലെന്നും തൊഴിലാളികൾ പറയുന്നു. 3ഓളം തൊഴിലാളികൾ ഇത്തരത്തിൽ തീരത്ത് മണൽ നിറഞ്ഞതുമൂലം ബോട്ടടിപ്പിക്കുന്നതിനിടെ മരണപ്പെടുകയും ചെയ്തിരുന്നു. അപകടങ്ങൾ തുടർക്കഥയായപ്പോൾ TV രാജേഷ് MLA ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും മണൽത്തിട്ട നീക്കുവാനോ പുലിമുട്ട് നിർമ്മിക്കുവാനോ ഉള്ള നടപടികൾ ഇതുവരെയായും സ്വീകരിച്ചിട്ടില്ല.
ഏകദേശം 20 ദിവസക്കാലത്തോളമായി തൊഴിലാളികൾ ബോട്ടുകൾ കടലിലിറക്കാതെ ജോലി ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിലാണ്. പാലക്കോട് ചൂട്ടാട് അഴിമുഖം മണൽ നിറഞ്ഞ് മത്സ്യത്തൊഴിലാളികൾക്ക് പോകാനും വരാനും സാധിക്കാത്ത ഒരവസ്ഥയാണ് ഇന്നുള്ളത്. അത് ഏറ്റവും രൂക്ഷമായ നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. നാളിത്രയായിട്ടും ഒരു നടപടിയും സ്വീകരിക്കാത്ത അധികൃതർ ഇനിയെങ്കിലും ഈ കാഴ്ച കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കരുതെന്നാണ് ഇവർക്ക് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കാണാം പെരുങ്കളിയാട്ട വിശേഷങ്ങൾ. കുഞ്ഞിമംഗലം പുറത്തിരുവത്ത് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പെരുങ്കളിയാട്ട ഭാഗമായുള്ള ആഘോഷ പരിപാടികൾ തുടങ്ങി. സുവനീർ, ഓഡിയോ CD, ബ്രോഷർ എന്നിവ പുറത്തിറങ്ങി. പ്രകാശന കർമ്മം ചലച്ചിത്ര താരം സന്തോഷ് കീഴാറ്റൂർ നിർവഹിച്ചു. ഭക്തിക്കപ്പുറത്തേക്ക് കലയുടെ സൗന്ദര്യമാണ് തെയ്യങ്ങൾ. മുച്ചിലോട്ട് ഭഗവതി പോലെ സൗന്ദര്യങ്ങൾക്ക് ഉദാഹരണമായി നിരവധി തെയ്യക്കോലങ്ങൾ നമുക്കുണ്ട്. നമ്മുടെ മാത്രം സ്വകാര്യ അഹങ്കാരമാണ് ഇത്തരം തെയ്യക്കോലങ്ങളെന്ന് പ്രകാശനകർമ്മം നിർവഹിച്ചുകൊണ്ട് സന്തോഷ് കീഴാറ്റൂർ അഭിപ്രായപ്പെട്ടു. കൂട്ടായ്മയുടെ വിളംബരമാണ് ഓരോ പെരുങ്കളിയാട്ടങ്ങളെന്നും ഇന്നത്തെ തലമുറയ്ക്ക് മാനവമൈത്രിയുടെ സന്ദേശമാണ് പെരുങ്കളിയാട്ടം കൈമാറുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികൾ ഒക്കെ അവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ എൻ്റെ ഈ വർത്തമാനം പറയുന്നത്. ഇതൊന്നും ഇതിനു വേണ്ടി രാപ്പകലില്ലാത്ത അധ്വാനിക്കുന്നവർ അവനവന്റെ വളർച്ചയ്ക്ക് വേണ്ടിയല്ല ഇതിന് മുന്നിട്ടിറങ്ങുന്നത്. ഈ നാടിൻ്റെ, ഈ സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളം ഒരിക്കലും ഭ്രാന്താലയമായി മാറാൻ പാടില്ല. നമ്മളെല്ലാവരും ഒന്നാണ്. കാരണം ഒരു പ്രളയം ഒരുപക്ഷെ നമ്മുടെ നാട്ടിനെ അധികം അത് ഇതാക്കിയിട്ടില്ല, അലോസരപ്പെടുത്തിയിട്ടില്ല, ബുദ്ധിമുട്ടിച്ചിട്ടില്ല. പക്ഷെ ഞാൻ ഇപ്പോൾ ഒരു എറണാകുളം താമസിക്കുന്ന ഒരാളും കൂടിയാണ്. എറണാകുളത്തൊക്കെ ഈ പ്രളയത്തിന്റെ സമയത്ത് ക്യാമ്പുകളിലൊക്കെ പങ്കെടുത്തൊരു മനുഷ്യനാണ്. പക്ഷേ അടുത്ത കാലത്ത് കേരളത്തിലുണ്ടായ ചില ഉദ്ഘാടകൻ സന്തോഷ് കീഴാറ്റൂരിൽ നിന്ന് സുവനീർ, കനലാട്ടം രവീന്ദ്രൻ കോമരവും, ഓഡിയോ CD PV കൃഷ്ണനും, ബ്രോഷർ MV ശശിധര ജോത്സറും ഏറ്റുവാങ്ങി. MP തിലകൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ M പ്രദീപ് കുമാർ, YV കണ്ണൻ മാസ്റ്റർ, PV തമ്പാൻ, രമേശൻ പെരുന്തട്ട, രാമകൃഷ്ണൻ കണ്ണവും, സുനിൽകുമാർ MN, K സത്യൻ എന്നിവർ സംസാരിച്ചു. മുച്ചിലോട്ട് ഭഗവതിയുടെ കോലധാരിയെ കണ്ടെത്തുന്ന വരച്ചുവെക്കൽ ചടങ്ങ് ചൊവ്വാഴ്ച രാവിലെ 8:50 മുതൽ നടക്കും. ഈ മാസം 23 മുതൽ 26 വരെയാണ് 12 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കുഞ്ഞിമംഗലം പുറത്തെരുവത്ത് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പെരുങ്കളിയാട്ട മഹോത്സവം നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പിലാത്ര. മറ്റു വാർത്തകളിലേക്ക്. പാതിരാത്രിയിൽ മണൽ കടത്തുന്നതിനിടെ ലോറി ബൈക്കിലിടിച്ച് വിദ്യാർത്ഥി മരിക്കാനിടയായ കേസിൽ പോലീസ് ലോറി ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്തു. ലോറി ഡ്രൈവർ ചെമ്പ്രകാനത്തെ സൈനുദ്ദീനെയാണ് തൃക്കരിപ്പൂർ SI വിപിൻ ചന്ദ്രനും സംഘവും കസ്റ്റഡിയിലെടുത്തത്. അപകടത്തെ തുടർന്ന് ലോറിയിലെ മണൽ അടുത്ത വീട്ടുപറമ്പിൽ ഇറക്കിയ ശേഷം ഇയാൾ ലോറി ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നു. ലോറി വാടകയ്ക്കെടുത്താണ് മണൽ കടത്തുന്നതെന്ന് പോലീസ് അന്വേഷണത്തിൽ തിരിച്ചറിഞ്ഞു. തുടർന്ന് മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെക്കുറിച്ചുള്ള സൂചന ലഭിച്ചത്. ലോറി ഉടമ മാച്ചിക്കാട് സ്വദേശിയോടും സ്റ്റേഷനിലെത്താൻ പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. അപകടത്തിൽ വിദ്യാർത്ഥിയായ തൃക്കരിപ്പൂർ ഇടയിലക്കാട്ടെ അംഗനവാടിക്ക് സമീപം താമസിക്കുന്ന അക്ഷയ് തൽക്ഷണം മരിച്ചിരുന്നു. കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് അനീതിന് സാരമായി പരിക്കേറ്റിരുന്നു. ചികിത്സയിൽ കഴിയുന്ന അനീതിൽ നിന്നും ചന്ദേര SI മൊഴിയെടുക്കുകയും ലോറി ഡ്രൈവറെ തിരിച്ചറിയുന്നതിനുള്ള തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു. ഇക്കഴിഞ്ഞ 12-ന് ബുധനാഴ്ച രാത്രി 12 മണിയോടെയാണ് തൃക്കരിപ്പൂർ വെള്ളാപ്പ് ജംഗ്ഷനിൽ മണൽ ലോറി ബൈക്കിലിടിച്ച് അപകടം നടന്നത്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കാങ്കോൽ കലയുടെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് കെട്ടിടത്തിനുള്ളിൽ വരച്ച ചിത്രങ്ങൾ കാഴ്ചക്കാരിൽ വിസ്മയം തീർക്കുന്നു. ചുമരിലെ വൈവിധ്യങ്ങൾ നിറഞ്ഞ ചിത്രങ്ങൾ വരച്ചത് അശോക് കുമാരനാണ്. കാങ്കോൽ കലാ സാംസ്കാരിക നിലയത്തിന്റെ ഉള്ളിലേക്ക് കടന്നു ചെന്നാൽ നാം വേറൊരു ലോകത്തെത്തും. അല്ലെങ്കിൽ ലോകം ഈ മുറിയുടെ 4 തൂണുകൾക്കുള്ളിലേക്ക് ചുരുക്കപ്പെടും. അശോക് കുമാരൻ എന്ന ചിത്രകാരൻ ഇവിടെ വരച്ചിട്ടുള്ള ചിത്രങ്ങൾ നമ്മുടെ സമൂഹത്തിന്റെ ഒരു പരിച്ഛേദം തന്നെയാണ്. കേരളത്തിൽ പഴയതും പുതിയതുമായ ഗ്രാമത്തിലെ കാഴ്ചകൾ ഇവിടെ നിന്ന് നമ്മോട് ഒരുപാട് കഥകൾ പറയുന്നു. ഉരലിൽ കുത്തുന്ന സ്ത്രീകൾ, പാടത്തെ നെൽകൃഷിയുടെ ഞാറുനടിയിൽ
നെൽകൊയ്ത്ത്, കറ്റതല്ലൽ, പതിരുകളയൽ, പഴയകാലത്ത് പെൺകുട്ടികൾ ഋതുമതികളായാൽ ചെയ്യുന്ന പ്രവൃത്തി, വീടുകളിലെ പ്രസവമെടുക്കൽ എന്നുവേണ്ട ഇവിടെയില്ലാത്തതൊന്നുമില്ല. ഇത് ചെയ്തിരിക്കുന്നത് വെർലി പെയിന്റിംഗിലാണ്. കേരളത്തിലെ കലാരൂപങ്ങളായ കഥകളി, ഓട്ടൻതുള്ളൽ, ഒപ്പന തുടങ്ങിയവയും ഭിത്തിയിൽ റിലീഫ് വർക്കിൽ ചെയ്തിരിക്കുന്നു. കൂടാതെ ഈ സ്ഥാപനത്തിലെ കലാകാരന്മാർ അഭിനയിച്ച അഭിനവം എന്ന നാടകത്തിലെ രംഗവും ശില്പരൂപത്തിൽ നിർമ്മിച്ചിട്ടുണ്ട്. 25ാം വാർഷികം രജത ജൂബിലി ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചിത്രകലാ പ്രദർശനവും അതുപോലെ തന്നെ ഈ ചുമർ ചിത്രങ്ങളും വരച്ചിട്ടുള്ളത്. അതിൻ്റെ ഇവിടെ 2-3 തരത്തിലുള്ള ക്ലാസ്സുകളാണ് നടക്കുന്നത്. ഒന്ന് ചിത്രരചന, രണ്ടാമത്തത് ശാസ്ത്രീയ സംഗീതം, മൂന്നാമത്തത് ശാസ്ത്രീയ നൃത്തം. ഈ 3 ബേസിലും കൂടെ 100ഓളം കുട്ടികൾ ഇവിടെ എല്ലാ ഞായറാഴ്ച രാവിലെ 7:30 മണി മുതൽ ഉച്ചക്ക് 11-12 മണി വരെ കുട്ടികളുടെ ക്ലാസ്. നിരവധി സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ സജീവമായ ഈ സ്ഥാപനത്തിന് നേതൃത്വം നൽകുന്നത് സെക്രട്ടറി സനീഷ്, പ്രസിഡന്റ് എ സതീശൻ, ഷാജർ VP, വൈസ് പ്രസിഡന്റ് VV പത്മനാഭൻ എന്നിവരടങ്ങുന്ന 17-അംഗ കമ്മിറ്റിയാണ്. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. ലഹരി ബോധവൽക്കരണവുമായി ഫുട്ബോൾ മത്സരം. സംസ്ഥാന എക്സൈസ് വകുപ്പ് നടപ്പിലാക്കുന്ന ലഹരി വർജന പദ്ധതി വിമുക്തിയുടെ ഭാഗമായാണ് തൃക്കരിപ്പൂരിൽ കാസർഗോഡ് ജില്ലാതല ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചത്. തൃക്കരിപ്പൂർ നടക്കാവ് സിന്തറ്റിക് ഫുട്ബോൾ ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ ജില്ലയിലെ 6 പ്രമുഖ ടീമുകളാണ് പങ്കെടുത്തത്. ടൂർണമെന്റിന്റെ ഉദ്ഘാടനം MLA M രാജഗോപാലൻ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് VP ഫൗസി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിമുക്തി ജില്ലാ മിഷൻ കോർഡിനേറ്റർ NG രഘുനാഥൻ വിമുക്തി സന്ദേശം നൽകി. P കുഞ്ഞമ്പു, T രഞ്ജിത് ബാബു, M രാമചന്ദ്രൻ, NK മോഹൻകുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പ്രാഥമികതല മത്സരങ്ങൾ അരങ്ങേറി. ഫൈനൽ മത്സരത്തിൽ അഴീക്കോടൻ സ്പോർട്സ് ക്ലബ്ബ് ചാളക്കടവ് ടീം ബേഡകം ബേഡടുക്കയെ നേരിട്ടു. 2 ഗോളുകൾക്ക് അഴീക്കോടൻ സ്പോർട്സ് ക്ലബ്ബ് ചാളക്കടവ് ജേതാക്കളായി. സമാപന സമ്മേളനം കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ ഉദ്ഘാടനം ചെയ്തു. VP ജാനകി അധ്യക്ഷയായി. വിവിധ മേഖലകളിലെ പ്രമുഖർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. ഒരുമിക്കാം ലഹരി വിമുക്ത കേരളത്തിനായി എന്ന മുദ്രാവാക്യമുയർത്തിയാണ് സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലാതല ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പയ്യന്നൂർ പുഞ്ചക്കാട്ടെ സോനയ്ക്ക് തുണിയായി ടീം കണ്ണൂർ സോൾജിയേഴ്സ് കൂട്ടായ്മ. ലിവർ സിറോസിസ് രോഗം ബാധിച്ച സോനയുടെ ചികിത്സയ്ക്കായി 1 ലക്ഷം രൂപയാണ് ഇവർ നൽകിയത്. കണ്ണൂർ ജില്ലയിൽ സർവീസിലിരിക്കുന്ന പട്ടാളക്കാരുടെ നേതൃത്വത്തിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി തുടങ്ങിയ കൂട്ടായ്മയാണ് ടീം കണ്ണൂർ സോൾജിയേഴ്സ്. സംഘടന രൂപീകരിച്ചു കഴിഞ്ഞ് നാളുകൾക്കകം തന്നെ ഇവർ നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇതിനിടയിലാണ് ഇവർ പയ്യന്നൂർ പുഞ്ചക്കാട്ടെ സോന എന്ന കൊച്ചുകുട്ടിയെ പറ്റി അറിഞ്ഞത്. പനിയും അലർജിയും പിടിപെട്ട് സോനയെ ഡോക്ടറെ കാണിച്ചപ്പോഴാണ് ഇതിൽ ലിവർ സിറോസിസ് ആണെന്ന് മനസ്സിലായത്. കൂടാതെ ഇപ്പോൾ ബ്ലഡ് ക്ലോട്ടിംഗ് ആകാത്തൊരു ബുദ്ധിമുട്ട് കൂടി പിടിപെട്ടു. ഇത് ശരിയായാൽ മാത്രമേ ഇനി സോനയുടെ ചികിത്സ മുന്നോട്ടു പോകുകയുള്ളൂ എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എന്നാൽ ഇതിനായുള്ള ചികിത്സാ ചെലവിന് ഭീമമായ തുക ചിലവ് വരും. അമ്മ മാത്രമാണ് സോനയ്ക്കിപ്പോൾ ഏക ആശ്രയമായുള്ളത്. 4 വർഷം മുമ്പ് അച്ഛൻ മാനസിക നില തെറ്റി വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയിരുന്നു. എന്നാൽ ഇതുവരെയായും ഒരു വിവരവും കിട്ടിയിട്ടുമില്ല. സോനയ്ക്ക് മുകളിലുള്ള 2 കുട്ടികൾ ഇപ്പോൾ അനാഥാലയത്തിലുമാണ്. ഇത്തരത്തിലുള്ള സോനയുടെ അവസ്ഥയറിഞ്ഞ ടീം സോൾജിയേഴ്സ് കൂട്ടായ്മ സോനമോൾക്ക് വേണ്ടി ഒരു കൈത്താങ്ങായി പ്രവർത്തിക്കാൻ തീരുമാനമെടുക്കുകയായിരുന്നു. ഇതോടനുബന്ധിച്ച് 1 ലക്ഷം രൂപ സോനയുടെ വീട്ടിലെത്തിച്ച് നൽകുകയും ചെയ്തു. പയ്യന്നൂർ മുനിസിപ്പാലിറ്റി 24-ാം വാർഡ് കൗൺസിലർ സുരേഷ് പാലേരി, ലെനീഷ് പാങ്ങോട്ടൂർ, ഷൈജു പട്ടവം, ബിജേഷ് കൂട്ടുമുഖം, രാജേഷ് തുമ്പോളി, അനീഷ് വെള്ളോറ, പ്രദീപ് പെരിങ്ങോം എന്നിവരാണ് സോനയുടെ വീട്ടിലെത്തിയത്. സോനമോൾ പൂർവ്വസ്ഥിതിയിലെത്തുവാനുള്ള പ്രതീക്ഷയിലാണിപ്പോൾ ടീം സോൾജിയേഴ്സും നാട്ടുകാരും. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കാങ്കോൽ ശിവക്ഷേത്ര മൈതാനിയുടെ ഓരത്തെ കരിങ്കലിൽ തീർത്ത റോളർ കാണുന്നവരിൽ കൗതുകമുണർത്തുന്നു. ഒപ്പം ഇത് പറയുന്നത് ഒരു കാലത്ത് കലയെ സ്നേഹിച്ചവരുടെ കഥ കൂടിയാണ്. വലിയ റോളറിന്റെ രൂപത്തിലുള്ള കരിങ്കൽ കഷണമാണ് കാങ്കോൽ ശിവക്ഷേത്ര മൈതാനത്ത് ഒരു കാലഘട്ടത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അനാഥമായി കിടക്കുന്നത്. പണ്ട് ഈ മൈതാനം ഉറപ്പിച്ചെടുക്കാൻ പെരിങ്ങോത്ത് നിന്നും കൊണ്ടുവന്ന കരിങ്കൽ റോളറാണ് ഇത്. ഇതിന്റെ നടുഭാഗത്ത് കൂടി ഒരു ദ്വാരവും കാണാം. ഈ ദ്വാരത്തിൽ കൂടി കയറിട്ട് വലിച്ചു ചുരുട്ടിയാണ് നിലം ഉറപ്പിച്ചിരുന്നത്. ഈ ടൺ കണക്കിന് ഭാരമുള്ള കരിങ്കൽ റോളർ മനുഷ്യന്റെ കായികാധ്വാനം മാത്രം ഉപയോഗിച്ചാണ് ഇവിടെ എത്തിച്ചത്. ഇന്നത്തെ മാതിരി വാഹനത്തിൽ കയറ്റാൻ അന്ന് ക്രെയിനൊന്നും ഉണ്ടായിരുന്നുമില്ല. ഒരുപാട് മനുഷ്യരുടെ
അധ്വാനമാണ് ഈ ശിവക്ഷേത്ര മൈതാനം. അതിലെ സുപ്രധാന പങ്കുവഹിച്ച റോളറാണ് ഇന്നിവിടെ ഒരു ചരിത്രമായി മൈതാനത്തിന്റെ ഒരു മൂലയിൽ കിടക്കുന്നത്. കാലം മാറിയപ്പോൾ ഇതിന്റെ ആവശ്യവും ഇല്ലാതായി. എങ്കിലും ഒരു കാലത്തിന്റെ അടയാളം പതിഞ്ഞു കിടപ്പുണ്ട് ഇതിൽ. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. യുവതിയെ പീഡിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും പണം തട്ടിയതായി പരാതി. ബാങ്കിൽ ആൾമാറാട്ടം നടത്തി 60 ലക്ഷത്തോളം രൂപ തട്ടിയതായി കാങ്കോൽ സ്വദേശി നന്ദകുമാറിനെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത്. ഹോട്ടലിൽ മുറിയെടുത്ത് മയക്കുപാനീയങ്ങൾ നൽകി പീഡിപ്പിച്ചതായി യുവതി ആരോപിക്കുന്നു. ബോധരഹിതയായ യുവതിയുടെ പീഡന ദൃശ്യങ്ങൾ വീഡിയോയിൽ പകർത്തി തുടർന്ന് വീട്ടുകാരെ അറിയിക്കുമെന്നും പ്രചരിക്കുമെന്നും ഭീഷണിപ്പെടുത്തി നിരന്തരമായ പീഡിപ്പിക്കുകയുമായിരുന്നു. തുടർന്ന് ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെടുകയുമായിരുന്നു. ഭർത്താവിൻ്റെയും അമ്മയുടെയും പേരുള്ള സ്വത്ത് യുവതിയുടെയും അമ്മയുടെയും ഭീഷണിപ്പെടുത്തുകയും ആൾമാറാട്ടം നടത്തിയും പയ്യന്നൂർ സർവീസ് സഹകരണ ബാങ്കിൽ പണയം വെച്ച് 45 ലക്ഷം രൂപ തട്ടിയെടുക്കുകയായിരുന്നു. ഭർത്താവിൻ്റെയും അമ്മയുടെയും പേരുള്ള സ്ഥലവും വീടും ഭർത്താവിനെ അറിയിക്കാതെ ബാങ്ക് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ ആൾമാറാട്ടം നടത്തി വായ്പ തരപ്പെടുത്തി നന്ദകുമാർ പണം കൈക്കലാക്കുകയായിരുന്നു. ഇവിടെ എടുത്തു പറയേണ്ടത് ബാങ്കിൻ്റെ പ്രവർത്തന പരിധിയിൽപ്പെടാത്ത ഒരാൾക്ക് അംഗത്വം നൽകി വായ്പ അനുവദിച്ചു കൊടുത്തു എന്ന തികച്ചും ജുഗുപ്സാപരമായ കാര്യമാണ്. ജീവന് തന്നെ ഭീഷണിയായ അവസ്ഥയിൽ യുവതി വീട്ടുകാരോട് സംഭവകഥ അറിയിച്ചതോടെ കോടതിയെ സമീപിക്കുകയായിരുന്നു. കോടതി നിർദ്ദേശാനുസരണം പയ്യന്നൂർ സർക്കിൾ ഇൻസ്പെക്ടർ അന്വേഷണം തുടങ്ങി. അതോടൊപ്പം യുവതിയും ഭർത്താവും മകനും അമ്മയും അടങ്ങുന്ന കുടുംബത്തിൻ്റെ വീടും പറമ്പും ആഭരണങ്ങളും അടങ്ങുന്ന സമ്പാദ്യം മുഴുവൻ അന്യാധീനപ്പെട്ട നിലയിലാണ് ഇവർ. കണ്ടോത്ത് IBT എന്ന സ്ഥാപനമുടമയായ നന്ദകുമാർ ജോലിക്കാരിയായി വന്ന യുവതിയിൽ നിന്ന് 25 പവൻ സ്വർണ്ണാഭരണങ്ങളും 3 ബാങ്ക് കുറിയിൽ നിന്നായി 6 ലക്ഷം രൂപയും ഭർത്താവിൻ്റെയും അമ്മയുടെയും സ്വത്ത് പണയത്തിന്മേൽ 46 ലക്ഷം രൂപയും തട്ടിയെടുത്തതായാണ് പരാതി ഉയർന്നിരിക്കുന്നത്. IBT എന്ന സ്ഥാപനത്തെ ട്രെയിനിംഗ് സെന്ററായി ഉയർത്തുന്നതിന്റെ ഭാഗമായി ജീവനക്കാരിയായ യുവതിയെ നാഗ്പൂരിൽ നടക്കുന്ന 5 ദിവസത്തെ ട്രെയിനിങ്ങിന് പോകണമെന്ന് ധരിപ്പിച്ചു. അതുപ്രകാരം നാഗ്പൂരിലെ ഹോട്ടലിൽ മുറിയെടുത്ത് മയക്കുപാനീയങ്ങൾ നൽകി പീഡിപ്പിച്ചതായി യുവതി ആരോപിക്കുന്നു. ബോധരഹിതയായ യുവതിയുടെ പീഡന ദൃശ്യങ്ങൾ വീഡിയോയിൽ പകർത്തി തുടർന്ന് വീട്ടുകാരെ അറിയിക്കുമെന്നും പ്രചരിപ്പിക്കുമെന്നും ഭീഷണിപ്പെടുത്തി നിരന്തരമായി പീഡിപ്പിക്കുകയായിരുന്നു അത്രേ. തുടർന്ന് ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെടുകയും ചെയ്തതായും ഇവർ പറയുന്നു. ഭർത്താവിൻ്റെയും അമ്മയുടെയും പേരിലുള്ള സ്വത്ത് യുവതിയെയും അമ്മയെയും ഭീഷണിപ്പെടുത്തിയും ആൾമാറാട്ടം നടത്തിയും പയ്യന്നൂർ സർവീസ് സഹകരണ ബാങ്കിൽ പണയം വെച്ച് 45 ലക്ഷം രൂപ തട്ടിയെടുക്കുകയുമായിരുന്നു അത്രേ. ഭർത്താവിൻ്റെയും അമ്മയുടെയും പേരിലുള്ള സ്ഥലവും വീടും ഭർത്താവിനെ അറിയിക്കാതെ ബാങ്ക് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ ആൾമാറാട്ടം നടത്തി വായ്പ തരപ്പെടുത്തി നന്ദകുമാർ പണം കൈക്കലാക്കുകയായിരുന്നു അത്രയും. ഇവിടെ എടുത്തു പറയേണ്ടത് ബാങ്കിന്റെ പ്രവർത്തന പരിധിയിൽപ്പെടാത്ത ഒരാൾക്ക് അംഗത്വം നൽകി വായ്പ അനുവദിച്ചു കൊടുത്തുവെന്ന തികച്ചും ജുഗുപ്താവഹമായ കാര്യമാണെന്നും ഇവർ ആരോപിക്കുന്നു. ജീവന് തന്നെ ഭീഷണിയായ അവസ്ഥയിൽ യുവതി വീട്ടുകാരോട് സംഭവകഥ അറിയിച്ചതോടെ കോടതിയെ സമീപിക്കുകയായിരുന്നു അത്രേ. കോടതി നിർദ്ദേശാനുസരണം പയ്യന്നൂർ സർക്കിൾ ഇൻസ്പെക്ടർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം യുവതിയും ഭർത്താവും മകനും അമ്മയും അടങ്ങുന്ന കുടുംബത്തിന്റെ വീടും പറമ്പും ആഭരണവും അടങ്ങുന്ന സമ്പാദ്യം മുഴുവൻ അന്യാധീനപ്പെട്ട നിലയിലാണ് നിലവിലുള്ളത്. സ്ഥലമുടമ അറിയാതെ വായ്പ നൽകിയ ബാങ്കിൽ നിന്ന് പണം ഈടാക്കി കിട്ടുന്നതിനും രേഖ തിരിച്ചു കിട്ടുന്നതിനും മറ്റുമായി യുവതിയുടെ ഭർത്താവ് കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. മാറ്റലി KSRTC എംപാനൽ കണ്ടക്ടർമാരെ കൂട്ടത്തോടെ പിരിച്ചുവിടുന്നത് സർവീസുകൾ പ്രതിസന്ധിയിലാക്കില്ലേ? പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ. എന്താ കാര്യം എന്ന് വെച്ചാൽ KSRTC ഇപ്പോൾ വളരെ നഷ്ടത്തിൽ തന്നെയാണ് ഓടുന്നത്. അപ്പം ഓടുന്നത് കൊണ്ട് ഇവരെ കൂടി അത് ഉൾപ്പെടുത്തിക്കൊണ്ട് കുറച്ചും കൂടി വിപുലീകരിച്ചു കഴിഞ്ഞാൽ ഈ KSRTCനെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയല്ലേ ടോമി തച്ചങ്കരി വരെ പറയുന്നത്. അതുകൊണ്ട് എന്തായാലും ഇവരൊരു കുടുംബ പ്രശ്നമാണ്, വളരെ ദയനീയമായ അവസ്ഥയാണ്. അതുകൊണ്ട് ഇവരൊക്കെ തിരിച്ചെടുത്ത് വളരെ വിപുലമായ രീതിയിൽ സർക്കാർ ഇതിന് മുൻകൈയെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. അത് ശരിയാണ്, കാരണം സർക്കാർ നമ്മളെ ഇതാക്കാൻ വേണ്ടിയില്ലാന്ന്. അപ്പോൾ സർക്കാർ എന്ത് ചെയ്താലും അത് ശരി, അതിന് പ്രത്യേകതയൊന്നുമില്ല. അടുത്ത സർക്കാർ വേറെ ചെയ്യും, സർക്കാർ ചെയ്യുന്നത് ശരി, നമുക്ക് നാട്ടുകാർക്കല്ല ചെയ്യാൻ കഴിയില്ല കേട്ടാ. അപ്പോൾ ഉദ്യോഗസ്ഥന്മാരെ എങ്ങനെ പിരിച്ചുവിട്ടാൽ ഓർ പിരിച്ചുവിടുന്നില്ലല്ലോ, അവർക്ക് അങ്ങനെ ഓർ എടുത്തത് ആ തരത്തിൽ അതുപോലെ വേറെ ഒന്നുമല്ല. അപ്പോൾ എംപാനലിൽ പിരിച്ചുവിടുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഒരിക്കലും തൊഴിലാളി വർഗത്തിന് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു നടപടിയല്ല, ഭരണവർഗത്തിനും അംഗീകരിക്കാൻ പറ്റുന്ന നടപടിയല്ല. തൊഴിലാളികളുടെ പ്രിയപ്പെട്ട പാർട്ടിയാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അപ്പോൾ ആ പ്രിയപ്പെട്ട പാർട്ടി തൊഴിലാളികൾക്ക് ഒരു ദ്രോഹകരമായിട്ട് വരുമ്പോൾ ഒരിക്കലും ഇത് ന്യായീകരിക്കാനോ ഭരണപക്ഷത്തിനോ തൊഴിലാളി വർഗത്തിനോ ന്യായീകരിക്കാൻ പറ്റുന്നതല്ല.
KSRTCയിലെ നിലവിലുള്ള നിരവധി വർഷങ്ങളായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന എംപാനൽ ജീവനക്കാരെ പിരിച്ചുവിട്ടുകൊണ്ട് കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ PSC നിയമനം നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. സ്വാഭാവികമായും ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം കോടതി വിധി അംഗീകരിക്കുക എന്നതാണ് ശരിയായ തീരുമാനം. എന്നാൽ വർഷങ്ങളായി ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ ജോലി സംരക്ഷിക്കാൻ ആവശ്യമായ നിലപാട് ഗവൺമെൻറ് എടുക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായും കോടതി വിധിയെ സംബന്ധിച്ചോളം പറയുമ്പോൾ PSCയുടെ നിയമനം അനിവാര്യമാണ്. എന്നാൽ നിലവിൽ വർഷങ്ങളായി ജോലി ചെയ്യുന്ന കുടുംബം പോറ്റിക്കൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് തൊഴിലാളികൾക്ക് സംരക്ഷണം കൊടുക്കാൻ ആവശ്യമായ ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു കൂടി ഉണ്ടാവണമെന്നാണ് ഈ സംബന്ധിച്ച് പറയുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. KSRTC എംപാനൽ ജീവനക്കാരെ ഇന്ന് തന്നെ പിരിച്ചുവിടണമെന്ന് ഹൈക്കോടതി. ഹൈക്കോടതി ഉത്തരവ് പയ്യന്നൂർ ഡിപ്പോയ്ക്ക് തിരിച്ചടിയാകും. 20ഓളം സർവീസുകൾ തിങ്കളാഴ്ച ഉച്ചയോടെ മുടങ്ങി. ജില്ലയിൽ 6 റോഡുകളുടെ പ്രവൃത്തി ഉദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി G. സുധാകരൻ നിർവഹിച്ചു. ചെലവഴിക്കുന്നത് 111 കോടിയിലേറെ രൂപ. ദേശീയപാതാ വികസനത്തിന്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ മെല്ലെപ്പോക്ക് നയമാണ് സ്വീകരിക്കുന്നതെന്ന് മന്ത്രി. പയ്യന്നൂരിലെ PWD റെസ്റ്റ് ഹൌസ് പുനർനിർമ്മിക്കും. മന്ത്രി G. സുധാകരൻ റെസ്റ്റ് ഹൌസ് സന്ദർശിച്ചു. മണൽത്തിട്ട നിറഞ്ഞ പാലക്കോട് മേഖലയിലെ തുറമുഖങ്ങൾ 20 ദിവസമായി മത്സ്യത്തൊഴിലാളികൾ കടലിലിറങ്ങിയിട്ട്. കാലാവസ്ഥാ വ്യതിയാനത്തിലുണ്ടായ മാറ്റം മൂലം സർക്കാരിന്റെ ഉത്തരവ് പ്രകാരം വള്ളം കരയ്ക്കടുപ്പിച്ച തൊഴിലാളികൾക്ക് മണൽത്തിട്ട കാരണം വള്ളം കടലിലിറക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ്. പാതിരാത്രിയിൽ മണൽ കടത്തുന്നതിനിടെ ലോറി ബൈക്കിലിടിച്ച് വിദ്യാർത്ഥി മരിക്കാനിടയായ കേസിൽ പോലീസ് ലോറി ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്തു. ലോറി ഡ്രൈവർ ചെമ്പ്രകാനത്തെ സൈനുദ്ദീനെയാണ് തൃക്കരിപ്പൂർ SI വിപിൻ ചന്ദ്രനും സംഘവും കസ്റ്റഡിയിലെടുത്തത്. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.